ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മൊഡാൽ വെർബിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെ വരുന്നെന്നും അതുപോലെ അതിൻ്റെ എക്സാമ്പിൾസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ മൊഡാൽ വെർബിൻ്റെ കോൺജുഗേഷനാണ്. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ്, മൊഡാൽ വെർബ്, ടൈം, ഒബ്ജക്റ്റ്, ഇൻഫിനിറ്റീവ് വെർബ്. മൊഡാൽ വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലേ വരുള്ളൂ. മൊഡാൽ വെർബ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മൾ ഫുൾ ഫോമിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് ഫോമിൽ വെർബ് അവസാനം വെക്കും. ഓക്കെ, മൊഡാൽ വെർബ് എപ്പോഴും സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്താണ് എഴുതുന്നത്. ടൈം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ടൈം തേർഡ് പൊസിഷനിൽ ആഡ് ആകുന്നത്, അല്ലെങ്കിൽ സാധാ പോലെ തന്നെ സബ്ജക്റ്റ്, മൊഡാൽ വെർബ്, ഒബ്ജക്റ്റ്, ഇൻഫിനിറ്റീവ് വെർബ് അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഷ് കാൻ മോഗൻ ആർബൈറ്റൻ. എനിക്ക് നാളെ ആർബൈറ്റൻ വർക്കുണ്ട്. മൊഡാൽ വെർബാണ് സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. കാൻ എന്ന് വന്നിട്ടുണ്ട്. മോഗൻ നാളെ എന്നുള്ള ടൈം വന്നിട്ടുണ്ട് തേർഡ് പൊസിഷനിൽ. ഏറ്റവും അവസാനം ഫുൾ വെർബ് ആർബൈറ്റൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കാൻ എന്നുള്ളത് ഇഷിനെ നോക്കി, സബ്ജക്റ്റിനെ നോക്കി കാൻ എന്ന് ക്യൊണ്ണനെ കോൺജുഗേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇഷ് കാൻ മോഗൻ ആർബൈറ്റൻ. ക്യൊണ്ണൻ ക്യാൻ ടു ബി ഏബിൾ ടു എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. മരിയ കാൻ സെർവ് ഗുഡ് ബാക്കൻ. മരിയ നല്ലതുപോലെ ബേക്ക് ചെയ്യും. ബേക്ക് എന്നാണ് ബാക്ക് എന്ന് പറഞ്ഞാൽ. ഇഷ് കാൻ ദി പിസ്സ കൊഹൻ. ഞാൻ പിസ്സ കുക്ക് ചെയ്യും. അപ്പോൾ കാൻ എന്നാണ് വന്നേക്കുന്നത്. അതായത് ഇഷിലും വെർസേസിലും കാൻ എന്ന് തന്നെയാണ് ക്യൊണ്ണൻ്റെ കോൺജുഗേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ആമൻ്റെയിൽ എന്താണ് ഇൻഫിനിറ്റീവ് വെർബ് പോകും. അതായത് ഇൻഫിനിറ്റീവ് ഫോമിൽ വെർബ് പോകും. അതാണ് ബാക്കൻ, കൊഹൻ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അടുത്ത എക്സാമ്പിളാണ് ക്യാൻ യു സ്പീക്ക് ജർമ്മൻ. ക്യാൻസ് ടു ടോയ് സ്പ്രഷൻ. അപ്പം ഇത് യാ ഓർ നൈൻ ഫ്രാഗ് ആയതുകൊണ്ട് അവിടെ വെർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ പറയും യാ ഇഷ് കാൻ ടോയ് സ്പ്രഷൻ. അടുത്തത് ട്വഫൻ. മേ ടു ബി അലോ എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ട്വഫൻ യൂസ് ചെയ്യുന്നത് പെർമിഷൻ ചോദിക്കാനൊക്കെയാണ് ട്വഫൻ യൂസ് ചെയ്യുന്നത്. അപ്പം ബൈസ്പീൽ നോക്കാം. വി ആർ അലോ ടു ഗോ. ഞങ്ങൾ പോകാൻ അനുവദിച്ചു. വി ആർ ട്വഫൻ കെയൻ. വി ആർ ആയതുകൊണ്ട് ട്വഫൻ എന്ന കോൺജുഗേഷൻ വന്നു ഫുൾ ഫോമിൽ തന്നെ. ട്വഫൻ മൊഡാൽ വെർബ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഇൻഫിനിറ്റീവ് ഫോമിൽ വെർബ് വരും. അതാണ് കെയൻ. ഓക്കെ, അന്ന അധികം സാൻഡ്വിച്ച് കഴിക്കണ്ട. അന്ന ഥാർഫ് കൈനെ പുറ്റർ ബ്രോട്ട് എസൽ. പുറ്റർ ബോട്ട് എന്ന് വെച്ചാൽ സാൻഡ്വിച്ച് എന്നാണ്. ഥാർഫ് എന്ന് വന്നു കഴിഞ്ഞാൽ അന്നയുടെ കോൺജുഗേഷനാണ് ഥാർഫ് എന്ന് വരുന്നത്. ഓക്കെ, അടുത്തത് മ്യൂസൻ. മസ്റ്റ് അല്ലെങ്കിൽ ടു ഹാവ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. വി മസ്റ്റ് ഗോ. നമ്മൾ മസ്റ്റായിട്ട് പോകണം. വി മ്യൂസൻ ഗേയൻ. ഞാൻ നാളെ മസ്റ്റായിട്ടും വർക്ക് ചെയ്യും. ഇഷ് മൂസ് മോഗൻ ആർബൈറ്റൻ. ടൈം മോഗൻ തേർഡ് പൊസിഷനിൽ വന്നു. ഇഷിനെ വെച്ച് വെർബ് കോൺജുഗേറ്റ് ആകുമ്പോൾ മുസ് എന്ന് വന്നു. ആമൻ്റെയിൽ ആർബൈറ്റൻ എന്ന് ഫുൾ വെർബും വന്നു. അടുത്തത് സൊള്ളൻ. ഷാൾ, സപ്പോസ്ഡ് എന്നുള്ള മീനിങ് ആണ്. ഇത് നമ്മളൊരു അഡ്വൈസ് അല്ലെ സജഷൻ ഒക്കെ പറയാനാണ് യൂസ് ചെയ്യുന്നത്. ലിസ ഷുഡ് സ്റ്റേ അറ്റ് ഹോം. ലിസ ഹോമിൽ തന്നെ സ്റ്റേ ചെയ്യണം. ലിസ സോൾ സു ഹൗസ് ബ്ലൈബൻ. ഓക്കെ, വി ഷുഡ് ഗോ. നമുക്ക് പോകണം. വി സൊള്ളൻ ഗേയൻ. അടുത്തത് മ്യോഗൻ. മ്യോഗൻ ടു ലൈക്ക്. ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. വിയർ മ്യോഗൻ ദി ചോക്കലാഡ്. മ്യോഗൻ എന്നുള്ളത് വിയർ ആയതുകൊണ്ടാണ് കോൺജുഗേഷൻ മ്യോഗൻ എന്ന് വന്നത്. ഓക്കെ, അടുത്തത് ഷി ലൈക്ക് ഡാൻസ്. സിമാക് MAG എന്നാണ് ടൈപ്പ് ചെയ്ത മിസ്റ്റേക്കാണ്. സിമാക് ഡാൻസൻ. മാകുന്ന എന്തുകൊണ്ടാണ് വന്നത്? മ്യോഗൻ എന്നുള്ള വെർബിനെ ഇഷിലും എർസിയസിലും മാക് എന്നാണ് കോൺജുഗേഷൻ വരുന്നത്. ഐ ലൈക്ക് യു. ഇഷ് മാക് ഡിഷ്. ഇഷിൻ്റെ കോൺജുഗേഷനാണ് മാക് വരുന്നത്. അത് കഴിഞ്ഞ് ഡിഷ്, യു എന്നുള്ള ഡിഷ്. ഓക്കെ, അടുത്തത് വൊള്ളൻ. വാണ്ട് അല്ലെ വില്ല് എന്നാണ് മീനിങ് വരുന്നത്. ഇത് ഇൻറ്റൻഷന്, നമ്മൾക്ക് ഒരു ആവശ്യം, അതൊക്കെ അതിന് വേണ്ടിയാണ് നമ്മളിത് എപ്പോഴും ഇതാക്കുന്നത്, യൂസ് ചെയ്യുന്നത്. ഷി വാണ്ട് ടേസ്റ്റ് ദ ബ്രെഡ്. സി വിൽ ദെം ബ്രോഡ് ഷ്മെക്കൻ.
അവിടെ ദർ ബോട്ട് എന്നുള്ളത് ദെം ബ്രോട്ട് ആവാൻ കാരണം ഷ്മെക്കൻ എന്നുള്ള വെർബ് അത് ഡാറ്റീവ് വെർബാണ്. ഡാറ്റീവ് വെർബിനാണ് അവിടെ എന്താണ് ദെം എന്ന് വന്നത്. അതുകൊണ്ടാണ് അവിടെ ആർട്ടിക്കിൾ മാറി അവിടെ ദെം ബ്രോട്ട് എന്നായത്. ഓക്കെ, അടുത്തതാണ് ഐ വാണ്ട് ടു ഈറ്റ് ഐസ്ക്രീം. ഇഷ് വിൽ ഐസ് എസൻ. ഇഷ് വിൽ ഐസ് എസൻ. ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീമിനെയാണ് അങ്ങനെ പറയാം. അടുത്തതാണ് ഐ വാണ്ട് യുവർ എൽഫ്. ഇഷ് വിൽ ദിർ ഹെൽഫൻ. എൽഫൻ ഒരു ഡാറ്റീവ് വെർബ് ആയതുകൊണ്ടാണ് അവിടെ ദിർ എന്ന് വന്നത്. ഓക്കെ, ഇഷ് വിൽ ദിർ ഹെൽഫൻ. അടുത്തത് മ്യോസ്റ്റ്. ടു വുഡ് യു ലൈക്ക് എന്ന മീനിങ് ആണ്. അവൾക്ക് ഡാൻസ് ഇഷ്ടമാണ്. സി മ്യോസ്റ്റസ്റ്റ് ഡാൻസൻ. മ്യോസ്റ്റസ്റ്റ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. കോൺജുഗേഷൻ സി ഫോമിൽ വരുമ്പം മ്യോസ്റ്റസ്റ്റ് എന്നാണ് പറയുന്നത്. EST എന്ന് ആഡ് ആവുന്നു. അടുത്തതാണ് എനിക്ക് ടോയ്സ്ലാൻഡിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. ഇഷ് മ്യോഷ്ടെ ഇൻ ടോയ്സ്ലാൻഡ് ആർബൈറ്റൻ. മ്യോഷ്ടെ വെർബ് വന്നു, അവസാനം ഫുൾ വെർബായിട്ട് ആർബൈറ്റനും വന്നു. ഇത്രേ ഉള്ളൂ മൊഡാൽ വെർബ്. എക്സാമ്പിൾ വെച്ച് വളരെ എളുപ്പമാണ്. മൊഡാൽ വെർബ് വെക്കുമ്പോഴത്തേനും ഏറ്റവും അവസാനം ആമൻ്റെയിൽ ഇൻഫിനിറ്റീവ് വെർബായിട്ട് അല്ലെങ്കിൽ ഫുൾ ഫോമായിട്ട് വെർബ് വരുന്നു. കോൺജുഗേഷൻ അതുപോലെ മൊഡാൽ വെർബിൻ്റെ കോൺജുഗേഷൻ എപ്പോഴും സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്താണ് എഴുതുന്നത്. അപ്പോൾ കോൺജുഗേഷൻ തെറ്റാതെ മസ്റ്റായിട്ട് പഠിച്ച് വെക്കുക. അപ്പോഴത്തേന് കറക്റ്റായിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ജർമ്മൻ ആൽഫബറ്റ് പ്രൊനൗൺസ് ചെയ്യാമെന്നും അതുപോലെ മൊഡാൽ വെർബിൻ്റെ കോൺജുഗേഷൻ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കയറി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചൂസ്.